കാശ്മീർ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ഇന്ത്യയും പാകിസ്ഥാനുമായി സഹകരിക്കുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ട് രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നു എന്നും സമൂഹമാധ്യമത്തിൽ ട്രംപ് കുറിച്ചു. അതേസമയം പാകിസ്ഥാനുള്ള പിന്തുണ ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് ചൈന. വെടിനിർത്തലിനെ ചരിത്രപരവും വീരോചിതവുമായ തീരുമാനം എന്ന് വിശേഷിപ്പിക്കുന്ന ഡൊണാൾഡ് ട്രംപ് അത് അമേരിക്കയുടെ സഹായത്തോടെയാണ് യാഥാർത്ഥ്യമായത് എന്ന് അവകാശപ്പെടുന്നു. അതിൽ അഭിമാനിക്കുന്നു എന്നും കുറിച്ചു. ദശലക്ഷക്കണക്കിന് ആളുകളെ മരണത്തിലേക്ക് നയിക്കാമായിരുന്ന യുദ്ധം താൻ അവസാനിപ്പിച്ചു എന്നാണ് വാദം. എന്നാൽ ട്രംപിന്റെ അവകാശവാദത്തിൽ ഇന്ത്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യയും പാകിസ്ഥാനും ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഇരു രാജ്യങ്ങളും അടിയന്തര വെടിനിർത്തലിന് സമ്മതിച്ചതായി ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ദേശീയ അഭിസംബോധനയിൽ അമേരിക്കയെ പ്രത്യേകമായി പരാമർശിച്ചു. വെടിനിർത്തലിൽ വാഷിംഗ്ടണിന്റെ പങ്ക് നിർണായകമാണെന്ന് വിശേഷിപ്പിച്ച ഷഹബാസ് ഷെരീഫ് പ്രസിഡന്റ് ട്രംപിനെ നന്ദി അറിയിച്ചു. അതേസമയം പാകിസ്ഥാന്റെ പരമാധികാരം ഉയർത്തിപ്പിടിക്കുന്നതിൽ ഒപ്പം നിൽക്കുമെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി പറഞ്ഞു. സംഘർഷം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് 30-ലധികം രാജ്യങ്ങൾ ഇടപെടൽ നടത്തി എന്നാണ് പാക് അധികൃതർ വ്യക്തമാക്കുന്നത്. വെടിനിർത്തൽ തീരുമാനത്തെ ഐക്യരാഷ്ട്രസഭയും ബംഗ്ലാദേശ്, ഖത്തർ, തുർക്കി, UK എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങളും സ്വാഗതം ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വെടിനിർത്തൽ കരാറിന് പിന്നാലെ IPL ഉടനടി പുനരാരംഭിക്കാൻ ശ്രമം ആരംഭിച്ച സംഘാടകർ. ഇതിന്റെ ഭാഗമായി BCCI ഗവേണിംഗ് യോഗം ഇന്ന് ചേരുന്നുണ്ട്. സീസണിലെ ശേഷിക്കുന്ന മത്സരങ്ങൾ നടത്താൻ ദക്ഷിണേന്ത്യയിലെ 3 വേദികൾ പരിഗണനയിൽ ഉണ്ട് എന്നാണ് റിപ്പോർട്ട്. പാകിസ്ഥാനെതിരായ സൈനിക നീക്കത്തിൽ ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ പ്രയോഗിച്ചോ? ബ്രഹ്മോസ് ഉപയോഗിച്ചു എന്ന പാക് വാദത്തിൽ ഇന്ത്യ വ്യക്തത വരുത്തിയിട്ടില്ല. എന്നാൽ ബ്രഹ്മോസ് പ്രയോഗിച്ചോ എന്നത് കണ്ടെത്താനാകില്ല എന്നാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രമാണ് ബ്രഹ്മോസ്. ലോകരാജ്യങ്ങളെല്ലാം ഭയപ്പെടുന്ന ഈ മിസൈൽ സിന്ദൂർ ദൗത്യത്തിൽ ഇന്ത്യക്ക് ആവശ്യമായി വന്നു. അതിർത്തിയിൽ നിന്നും 100 കിലോമീറ്റർ അകലെയുള്ള ബഹവൽപൂരിലെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കാൻ ഇന്ത്യ ബ്രഹ്മോസ് ഉപയോഗിച്ചെന്ന് പാകിസ്ഥാൻ സംശയിക്കുന്നു. തുടർച്ചയായി തൊടുത്തുവിട്ട 4 മിസൈലുകൾ മൗലാന മസൂർ അസദിന്റെ താവളം ചാമ്പലാക്കി. പാകിസ്ഥാൻ വിദേശകാര്യ വകുപ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഇന്ത്യ ബ്രഹ്മോസ് ഉപയോഗിച്ചെന്ന് ആരോപിച്ചത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇന്ത്യ വ്യക്തത വരുത്തിയിട്ടില്ല. സുഖോയ് വിമാനങ്ങളിൽ ബ്രഹ്മോസ് ഘടിപ്പിച്ചിട്ടുണ്ട്. സിന്ദൂർ ദൗത്യത്തിൽ ഇന്ത്യ സുഖോയ് വിമാനങ്ങൾ ഉപയോഗിച്ചിട്ടുമുണ്ട്. അങ്ങനെയെങ്കിൽ സുഖോയ് വിമാനങ്ങളിൽ നിന്നും ചീറിപ്പാഞ്ഞത് ബ്രഹ്മോസ് തന്നെയാണോ? പ്രതിരോധ രംഗത്തെ വിദഗ്ധർ ആ സാധ്യത തള്ളിക്കളയുന്നില്ല. If we launch the BrahMos towards the enemy airbase, it's a big if. We can create a lot of damage, and this damage will disallow the adversary to use their systems. So that's what is the objective. ഇന്ത്യ ഇതുവരെ ബ്രഹ്മോസ് ഒരു സൈനിക ദൗത്യത്തിലും ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ആദ്യ ഉപയോഗം സിന്ദൂർ ദൗത്യത്തിലായിരുന്നു. അസാധാരണ പ്രഹരശേഷിയുള്ള മിസൈലാണ് ബ്രഹ്മോസ്. കരയിൽ നിന്നും കടലിൽ നിന്നും തൊടുക്കാവുന്ന ഈ ക്രൂയിസ് മിസൈലിന് 300 കിലോമീറ്ററാണ് ശേഷി. നിലവിലുള്ള ഒരു വ്യോമ പ്രതിരോധ സംവിധാനത്തിനും ബ്രഹ്മോസിനെ തകർക്കാനാവില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.